അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ആദ്യമായി ഭിന്നത പരസ്യ ചർച്ചകളിൽ എത്തിച്ചത് 2018 ഒക്ടോബറിലായിരുന്നു. അന്ന് ദിലീപിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരസ്യമാവുകയും ചെയ്തു. ദിലീപ് അനുകൂല പക്ഷവും എതിർചേരിയും തമ്മിലുള്ള ഭിന്നത വ്യക്തമാക്കി ട്രഷറർ ജഗദീഷിന്റെയും നിർവാഹക സമിതി അംഗം ബാബുരാജിന്റെയും ശബ്ദ സന്ദേശങ്ങൾ ചോർന്നിരുന്നു. 2024 പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ജഗദീഷും ബാബുരാജും ചർച്ചകളിലുണ്ടെന്ന് വ്യക്തം. 2018 സിദ്ദിഖിന്റെ ചില ഇടപെടലുകളായിരുന്നു പ്രതിസന്ധി തുടങ്ങിവച്ചത്. 2024 സിദ്ദിഖിന്റെ രാജി പ്രശ്നമായി മാറി. 2018 സംഘടനാ വക്താവെന്ന നിലയിൽ ജഗദീഷ് പത്രക്കുറിപ്പിലൂടെ പുറത്തിറക്കിയ നിലപാടുകളെ തള്ളിപ്പറഞ്ഞ് സെക്രട്ടറി സിദ്ദിഖ് KPSC ലളിതയ്ക്കൊപ്പം പത്രസമ്മേളനം നടത്തിയതിനെതിരെയാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇരുവരുടെയും പ്രതികരണം. എന്നാൽ ജഗദീഷ് വ്യക്തമാക്കിയ സമവായ നിലപാടിനെ തള്ളിയ സിദ്ദിഖിന്റെ നിലപാടാണ് ഔദ്യോഗികം എന്നാണ് ജനറൽ സെക്രട്ടറി ഇടവേള ബാബു പറഞ്ഞത്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം പറയേണ്ട പ്രസിഡന്റ് മോഹൻലാലിന്റെ പ്രതികരണം ലഭ്യമായതുമില്ല. സംയമനം പാലിക്കാൻ മോഹൻലാൽ ഇരുപക്ഷത്തുള്ളവരോടും നിർദ്ദേശിച്ചപ്പോൾ 2018 ആ വിഷയം അവിടെ തീർന്നു. 2018 ജഗദീഷിനും ബാബുരാജിനും ഒരേ മനസ്സായിരുന്നു. എന്നാൽ 6 കൊല്ലത്തിനു ശേഷം മറ്റൊരു വിവാദം അമ്മയെ പിടിച്ചുലയ്ക്കുമ്പോൾ ബാബുരാജും ജഗദീഷും രണ്ടു പക്ഷത്തായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങളാണ് 2024 താരസംഘടനയിൽ പ്രതിസന്ധിയായത്. 2018 നടിയെ ആക്രമിച്ച സംഭവവും നടിയെ ആക്രമിച്ച കേസാണ് ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിൽ കാര്യങ്ങൾ എത്തിച്ചത്. അതായത് 2018 ദിലീപിനെതിരെ പ്രതികരിച്ച ബാബുരാജും ജഗദീഷും 2024 രണ്ടു വഴിക്കായി. ദിലീപിനോട് 6 വർഷം മുമ്പെടുത്ത അതേ നിലപാട് ജഗദീഷ് 2024 തുടർന്നു. എന്നാൽ ഇപ്പോൾ ബാബുരാജിനെതിരെയും പീഡനാരോപണം വരുന്നു. അതാണ് കഥയിലെ ട്വിസ്റ്റുകൾക്ക് കാരണം. 2018 പ്രശ്നങ്ങൾക്ക് ശേഷം അമ്മയിൽ നിന്ന് ജഗദീഷിന് ഇടവേളയുമുണ്ടായി. എന്നാൽ ബാബുരാജിന് അതുണ്ടായില്ല. 2018 പുറത്തായ ശബ്ദ സന്ദേശങ്ങളിൽ ഗുണ്ടായിസം ഇനി നടക്കില്ലെന്നായിരുന്നു ജഗദീഷ് പറഞ്ഞത്. അഭിപ്രായം പറയുന്നവരുടെ കരിയർ ഇല്ലായ്മ ചെയ്യുമെന്നും ഒറ്റപ്പെടുത്തുമെന്നുള്ള ഗുണ്ടായിസം ഇനി വച്ചുപൊറുപ്പിക്കില്ല. പ്രസിഡന്റിന്റെ പക്വമായ സമീപനത്തിനൊപ്പമാണ് എല്ലാവരും. അതിൽ കവിഞ്ഞൊരു പദവി സംഘടനയിലില്ല. അതിൽ കവിഞ്ഞ് ആരെങ്കിലും ഗുണ്ടായിസം കാണിച്ച സംഘടനയെ നിലയ്ക്കു നിർത്താമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. അച്ചടക്കത്തോടെ വാട്സപ്പ് സന്ദേശത്തിൽ മാത്രമാണ് താനിത് പറയുന്നത്. പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങൾ പറയാനാകും. ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. അത് പറയാൻ പ്രേരിപ്പിക്കരുത്. വല്യേട്ടൻ മനോഭാവം ആർക്കും വേണ്ട. സുഹൃത്തുക്കൾക്കായി വാദിക്കുന്നത് നല്ല കാര്യം. എന്നാൽ പിന്നിൽ ഗൂഢലക്ഷ്യങ്ങൾ പാടില്ല. 2018 പുറത്തായ ശബ്ദ സന്ദേശങ്ങളിൽ ദിലീപിനെ അമ്മ പിന്തുണയ്ക്കേണ്ടെന്ന് ബാബുരാജ് സിദ്ദിഖിന്റെ പത്രസമ്മേളനം ആരുടെ അറിവോടെയെന്ന് മനസ്സിലായില്ല. 2000 പുറത്തായ ശബ്ദ സന്ദേശങ്ങളിൽ ദിലീപിനെ അമ്മ പിന്തുണയ്ക്കേണ്ടെന്ന് ബാബുരാജ് സിദ്ദിഖിന്റെ പത്രസമ്മേളനം ആരുടെ അറിവോടെയെന്ന് മനസ്സിലായില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടാതെ വേറെ സൂപ്പർ ബോഡിയുണ്ടോ? അങ്ങനെ ഒരു സൂപ്പർ ബോഡി തീരുമാനം എടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനമെങ്കിൽ നടക്കില്ല. ദിലീപിനെ പുറത്താക്കാൻ മോഹൻലാൽ സമ്മതിക്കുന്നില്ല എന്നാണ് തമിഴ് പത്രവാർത്ത. ഇവർ പറയുന്ന കാര്യങ്ങൾക്ക് അടികൊള്ളുന്നത് മോഹൻലാലാണ്. പത്രസമ്മേളനത്തിൽ സിദ്ദിഖ് ദിലീപിനെ ന്യായീകരിക്കുകയായിരുന്നു. ലളിത ചേച്ചിയെ അവിടെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. ദിലീപിനെ പിന്തുണയ്ക്കാമെങ്കിൽ വ്യക്തിപരമായി ചെയ്യട്ടെ, സംഘടനയുടെ പേരിൽ വേണ്ട. അമ്മയ്ക്ക് ദിലീപിനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല. 2018 അമ്മയിൽ സംഭവിച്ചത്. 2018 ദിലീപിന്റെ രാജിക്കാര്യവും സിദ്ദിഖിന്റെ പത്രസമ്മേളന നീക്കവും അറിഞ്ഞിരുന്നില്ല എന്ന് അമ്മ നിർവാഹക സമിതിയിലെ പല അംഗങ്ങൾക്കും പരിഭവമുള്ളതായി സൂചനകൾ പുറത്തുവന്നു. എന്നാൽ അമ്മയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിലെ ചില പരാമർശങ്ങളാണ് ദിലീപ് അനുകൂല വിഭാഗത്തെ ചൊടിപ്പിച്ചതെന്നും വാർത്തയെത്തി. മോഹൻലാലുമായി ചർച്ച ചെയ്താണ് പത്രക്കുറിപ്പ് പുറത്തിറക്കിയതെന്ന് ജഗദീഷ് ഉറപ്പിച്ചു പറയുന്നു. വിവാദ വിഷയങ്ങളിൽ സംഘടനാ ചട്ടങ്ങൾക്കുപരിയായി ധാർമ്മികതയിൽ ഊന്നിയുള്ള തീരുമാനം ഉണ്ടാകുമെന്ന ആ പത്രക്കുറിപ്പിലെ സൂചനയാണ് ദിലീപ് അനുകൂലികളെ ചൊടിപ്പിച്ചത്.